എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തീയലാണ്. ഉള്ളിത്തീയൽ ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഒരു പാനിൽ 2 കപ്പ് തേങ്ങ ചിരികിയതും 2 ചെറിയുള്ളി അരിഞ്ഞതും കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ തേങ്ങയുടെ വെള്ളനൂനവും മാറാൻ 2 മിനിറ്റ് മൂപ്പിക്കുക. തേങ്ങ ചിരികിയതിൽ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഒന്ന് ചതച്ചിടണം. ഒരുപോലെ വറുത്ത് കിട്ടാൻ ഇത് സഹായിക്കും. ഞാൻ ഗ്രൈൻഡ് ചെയ്താണ് ഇട്ടത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ഉലുവ, അല്പം കറിവേപ്പില, 10-12 വറ്റൽമുളക്, 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. വറ്റൽമുളക് നിങ്ങൾക്ക് എരിവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. തേങ്ങ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷവും 1 മിനിറ്റ് ഇളക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് തേങ്ങ കരിഞ്ഞു പോകും. നന്നായിട്ട് തണുത്ത ശേഷം വെള്ളം ചേർക്കാതെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. വറുത്ത തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങുന്നത് കൊണ്ട് വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ കഴിയും. ഇനി തീയൽ ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 250 ഗ്രാം ചെറിയുള്ളി 2ആയി കീറിയത്, ഒരു പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിക്കുക. പുളിവെള്ളം നന്നായി തിളച്ച ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയിട്ട് നന്നായിട്ട് ഇളക്കുക. മിക്സിയുടെ ജാറിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് അതുകൂടി കറിയിലൊഴിക്കുക. ഉപ്പും പുളിയും കുറവാണെങ്കിൽ അല്പം കൂടി ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ കറി വേവിച്ച് എണ്ണ തെളിയും വരെ വറ്റിച്ചെടുക്കുക. നമ്മുടെ തീയൽ റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി കടുക് താളിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ചൂടാക്കി ഇത് തീയലിൽ ഒഴിച്ച് ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.